ജില്ലാ ആർച്ചറി അസോസിയേഷനും സംയുക്തമായി നടത്തുന്ന ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ടുള്ള ടൂർണമെൻറ്റ് ഉദ്ഘാടനം ചെയ്യാനെത്തിയ നമ്മളെല്ലാം ബഹുമാനിയായ ശ്രീമതി നിശാന്തിനി IPS മാഡം, ശ്രീ സജു കുമാർ S, സ്പോർട്സ് ഓഫീസർ അയ്യങ്കാളി സ്പോർട്സ് സ്കൂൾ, ശ്രീ വിഷ്ണു S, സെക്രട്ടറി ട്രിവാൻഡ്രം ആർച്ചറി അക്കാദമി, ശ്രീമതി ശ്യാമ ശ്രീ S, സെക്രട്ടറി ആർച്ചറി അക്കാദമി, മറ്റ് ഒഫീഷ്യൽസ്, സ്നേഹം നിറഞ്ഞ കായിക താരങ്ങളെ, രാജ്യമൊട്ടാകെ ഒളിമ്പിക്സ് ദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പല പരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കേരള ഒളിമ്പിക് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി കൂടി എല്ലാ ജില്ലകളിലും ഒളിമ്പിക് സെലിബ്രേഷൻ പല തരത്തിലും നടത്തുവാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. സ്പോർട്സ് തലത്തിലായിരുന്നാലും ഡ്രോയിങ് അങ്ങനെയുള്ള എല്ലാ രീതികളിലും ഈ ഒളിമ്പിക്സ് ഡേ ഈ നാട്ടിലെ ജനങ്ങളെല്ലാവരും അറിയുവാനും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുവാൻ വേണ്ടിയുമാണ് ഈ പരിപാടികൾ നമ്മൾ സംഘടിപ്പിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നലെ ഏതാണ്ട് 3000-ഓളം ആൾക്കാർ, കായിക താരങ്ങളും പേരൻസ് അടക്കം പങ്കെടുത്തുകൊണ്ട് വളരെ വൻ വിജയമായി, അത് എനിക്ക് തോന്നുന്ന ഒരു ചരിത്ര സംഭവമായി ഇന്നലത്തെ ആ കരാട്ടെ ടൂർണമെൻറ്റ് ജില്ലാ ഒളിമ്പിക്സ് അസോസിയേഷൻ്റെ ഉദ്ഘാടനവും ഒക്കെ അവിടെ നടന്നു. ബഹുമാനപ്പെട്ട സ്പീക്കറും ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയും. ഇത് ഒരു സ്പോർട്സിന് വലിയ ഒരു പ്രാധാന്യം നൽകുന്ന ഒരു സംഭവമായി മാറുകയാണ്. പ്രത്യേകിച്ച് കേരള ഒളിമ്പിക് അസോസിയേഷൻ്റെ പ്രസിഡന്റ് ശ്രീ B. സുനിൽകുമാറും സെക്രട്ടറി ജനറൽ ശ്രീ രാജീവും ചാർജ് എടുത്തതിന് ശേഷം വളരെ ഭംഗിയായിട്ടുള്ള ഓരോ സ്പോർട്സിനുള്ള വലിയ വലിയ പ്രോജക്റ്റുകളും അതിനുവേണ്ടിയുള്ള പ്രാധാന്യമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്, കേരള ഒളിമ്പിക് അസോസിയേഷൻ ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് 14 ജില്ലകളിലും ഇങ്ങനെയുള്ള ടൂർണമെൻറ്റുകൾ സംഘടിപ്പിക്കുന്നത്. ഇതിൽ ആർച്ചറി അസോസിയേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മീറ്റിംഗ് കൂടി അത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ടൂർണമെൻറ്റ് സംഘടിപ്പിക്കാം, നമ്മൾ എല്ലാ സൗകര്യങ്ങളും നമുക്കുണ്ട്, അതിന് സപ്പോർട്ട് ചെയ്താൽ മാത്രം മതി എന്ന് പറഞ്ഞതിൻ്റെ ഫലമായിട്ടാണ് ഇവിടെ ഈ ടൂർണമെൻറ്റ് നടക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ജൂലൈ മാസം 26-ാം തീയതി പാരീസിൽ നടക്കുന്ന ഒളിമ്പിക്സ് ഗെയിംസ്, ആ ടൂർണമെൻറ്റാണ് നമ്മളിപ്പോൾ നടക്കാൻ പോകുന്നത്. അത് എല്ലാ ഇവൻറ്റുകളിലും ഒളിമ്പിക്കുമായി ബന്ധപ്പെട്ട എല്ലാ ഇവൻറ്റുകളും നമ്മൾ നടത്തുകയാൻ പോവുകയാണ്. അപ്പോൾ പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ താരങ്ങളെ ഇന്ത്യ ഒട്ടാകെ തന്നെ എല്ലാവരും അവർക്കുള്ള എല്ലാവിധ വിജയാശംസകളും നേരുന്നു. നമുക്കും ആ പാരീസിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ താരങ്ങളെ നമുക്ക് എല്ലാവർക്കും വിജയാശംസകൾ അർപ്പിക്കാം. കൂടുതൽ പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. ഈ ജില്ലാ ഒളിമ്പിക് അസോസിയേഷനും ആർച്ചറി അസോസിയേഷൻ ചേർന്നുകൊണ്ട് നടത്തുന്ന ഈ ഒളിമ്പിക്സ് ആർച്ചറി ടൂർണമെൻറ്റിന് എല്ലാ ഭാഗവും നേരുന്നു. നന്ദി, നമസ്കാരം.
സദസ്സിൽ വിളിക്കുന്ന മറ്റുള്ള വിശിഷ്ട വ്യക്തികളെ, പ്രിയമുള്ള മാതാപിതാക്കളെ, സ്നേഹം നിറഞ്ഞ കൊച്ചു കൂട്ടുകാരെ, കളിക്കാരെ, എല്ലാവർക്കും നമസ്കാരം. തീർച്ചയായിട്ട് ഇവിടെ രാവിലെ ഈ എനർജിയൊക്കെ നോക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. കാരണം ഇവിടെ എല്ലാവരും ഒരു എന്താണ്, ഇന്ന് ഹോളിഡേ ആണ്. എൻ്റെ വീട്ടിലും മോളൊക്കെ ഉണ്ട്. ഇപ്പോൾ എണീക്കുന്നത്, ഞാൻ ചായ ഇട്ട് കൊടുത്തിട്ടാണ് വരുന്നത്. അപ്പം അങ്ങനെ ഒരുപാട് ആൾക്കാർ അവരവരുടെ കാര്യങ്ങളിൽ അങ്ങ് ഒരു ദിവസം കിട്ടുമ്പോൾ നമ്മൾ അടിച്ച് പൊളിച്ച് ജീവിക്കണം, അല്ലെങ്കിൽ അന്നായിരിക്കും ഉറക്കം, അന്നായിരിക്കും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് റിലാക്സ് ചെയ്യാനും എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുമ്പോൾ ഇവിടെ ഒരു കൂട്ടം ആൾക്കാർ നമ്മുടെ ഒരു ടാർഗറ്റ്, എനിക്കുള്ള ഒരു വേദി എന്ന് പറഞ്ഞ് ഇവിടെ വന്നിരിക്കുന്ന നിങ്ങളെല്ലാവരെയും ബഹുമാനത്തോട് ഞാൻ ആദരിക്കുന്നു. അപ്പോൾ ഈ ഗെയിംസിനെ പറ്റി, ഒരു സ്പോർട്ട് എന്ന് പറയുന്നത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. ജീവിതത്തിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഏതാണ് അറിയാം? ഏതൊരു ഉയരത്തിലെത്തിയ ആൾക്കാർ, എലോൺ മസ്ക് തൊട്ട് സുന്ദർ പിച്ചയിൽ നിന്ന് എല്ലാവരും നമ്മൾ കാണുന്ന വലിയ വലിയ ഉയരങ്ങളിലെത്തിയിട്ടുള്ള എല്ലാവർക്കും വേണ്ടത് എന്തായിരിക്കും? അവരുടെ ഒരു ക്വാളിറ്റി, ഒരു കോമൺ ആയിട്ടുള്ള ഒരു ക്വാളിറ്റി ഉണ്ട്. എന്തായിരിക്കും? മക്കൾ പറയും, എന്തായിരിക്കും? വെരി ഗുഡ്, വെരി ഗുഡ്. ഡിസിപ്ലിനാണ്. എല്ലാവർക്കും ഒരു കോമൺ ആയിട്ട് ഒരു ക്വാളിറ്റി ഉണ്ടെങ്കിൽ ഏത് വേദിയിലും അവർ ഷൈൻ ചെയ്തിട്ടുണ്ട്, വലിയ വലിയ ഉയരങ്ങളിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ ഇന്ന് ഒന്നും ആലോചിക്കാൻ പോലും പറ്റാത്ത ഒരു സ്ഥാനത്തിലൊക്കെ എത്തിയിട്ടുള്ള ആൾക്കാരുടെ ചെറുപ്പത്തിൽ നിന്ന് അവർ പണ്ട് തൊട്ടേ കൊണ്ട് നടക്കുന്ന ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് ഡിസിപ്ലിനായിരിക്കും. ആ ഡിസിപ്ലിൻ ഏറ്റവും വലുതാണ് നമ്മുടെ ജീവിതത്തിൽ. അപ്പം അത് ചെറുപ്പം തൊട്ട് പഠിച്ചാലേ വരത്തില്ല. ഒരു ദിവസം ഞാൻ തീരുമാനിക്കുന്നു ഡിസിപ്ലിൻ ആകാൻ, അത് നടക്കില്ല. കൊച്ചു കുട്ടിയായിരിക്കുമ്പോൾ തൊട്ട് നമ്മളങ്ങ് അത് ഡെവലപ്പ് ചെയ്ത് വരുമ്പോഴാണ് വലിയ വലിയ ഉയരങ്ങളിൽ എത്താൻ കഴിയുക. പിന്നെ രണ്ടാമത്തെ ക്വാളിറ്റി എന്തായിരിക്കും? കേട്ടില്ല? മാനേഴ്സ് ടു സർട്ടൻ എക്സ്റ്റെൻറ്റ്, യാ. പക്ഷെ ഹാർഡ് വർക്കാണ്, അല്ലേ? ഹാർഡ് വർക്ക് എന്ന് പറഞ്ഞാൽ അത് അങ്ങ് ഭയങ്കരമായിട്ട്, ദർ ഇസ് നോ ഷോർട്ട് കട്ട് ഫോർ സക്സസ് എക്സെപ്റ്റ് യുവർ ഹാർഡ് വർക്ക്. ആ ഒരു ഹാർഡ് വർക്ക് നമ്മളൊരു തീരുമാനിച്ചു കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ഈ ഒരു വൈറ്റ് കളർ പേപ്പറിൽ നമ്മൾക്ക് കാണുന്നത് ഏതൊക്കെയാണ്? എന്ത് കളറാണ് നമ്മൾ കാണുന്നത്? ബ്ലാക്കാണ്. ഞാൻ കാണുന്നത് യെല്ലോ മാത്രമേ ഉള്ളൂ, അല്ലേ? നമുക്ക് ആ യെല്ലോ മാത്രമേ കാണാവുള്ളൂ. കാരണം നമുക്ക് അതാണ് ടാർഗറ്റ്. അല്ലാതെ ഈ വൈറ്റോ ബ്ലാക്കോ ബ്ലൂവോ റെഡോ ഒന്നും അല്ല, അല്ലേ? അത് ഹാർഡ് വർക്ക് ചെയ്താലേ വരത്തുള്ളൂ. ചിലപ്പോൾ ആദ്യത്തെ ദിവസം നമ്മൾ വൈറ്റിലായിരിക്കും, ഇതിൽ വൈറ്റിന് അപ്പുറം ഗ്രീൻ ഉണ്ട്, ഇതിൽ കാക്കി കളറുണ്ട്, അതൊക്കെ ആയിരിക്കും. ചിലപ്പോൾ കാക്കിയുടെ പുറത്തു കൂടി ആയിരിക്കും നമ്മുടെ ടാർഗറ്റ്, അങ്ങോട്ട് പോയി, അല്ലേ? ഇല്ലെങ്കിൽ അടുത്ത ടാർഗറ്റിലായിരിക്കും, ആവട്ടെ. പക്ഷെ എന്നും 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 എൻ്റെ ടാർഗറ്റ് ഏതാണ്? മഞ്ഞ. അതെ, അത്രേ ഉള്ളൂ. അതിൽ ഞാൻ ഫോക്കസ് ചെയ്യുന്നുണ്ടോ, അതിന് എത്താൻ വേണ്ടി നമ്മൾ എത്ര ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, അതാണ് നമ്മുടെ ഒരു രണ്ടാമത്തെ ക്വാളിറ്റി നമുക്ക് വേണ്ടത്. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യമുണ്ട്, അതേതായിരിക്കും? ആര് പറയുന്നത് നോക്കട്ടെ. മൂന്നാമത്തെ ഒരു ക്വാളിറ്റി ഉണ്ട്, എന്തോ? സ്പോർട്സ്മാൻ സ്പിരിറ്റ്. ഓക്കെ, വൈഡ് പെർസ്പെക്റ്റീവില്. പക്ഷെ ആ സ്പോർട്സ്മാൻ സ്പിരിറ്റ് എന്താണ്? പോസിറ്റീവായിട്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. നല്ല ഒരു കയ്യടി കൊടുക്കാം. പോസിറ്റീവായിട്ട് ചിന്തിക്കുക. അപ്പം ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ ഇതിൽ പരാജയപ്പെടും. സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ പരാജയങ്ങളെ ഉൾക്കൊള്ളാൻ പഠിക്കുക. ആ പരാജയത്തിൽ നിന്ന് ഞാൻ അടുത്ത പ്രാവശ്യം വിജയത്തിൽ പോവാൻ എന്താണ് ചെയ്യേണ്ടത്? ടു ഡു ആൻഡ് നോട്ട് ടു ഡു. ഇത് രണ്ടും പഠിക്കാൻ ഏറ്റവും വലിയ ഒരു വേദിയാണ് ഈ കളി എന്ന് പറയുന്നത്. ജീവിതം ഇത്രയേ ഉള്ളൂ. നമ്മൾ ഡിസിപ്ലിനോടെ ഇരിക്കുക. അത് പറഞ്ഞതുപോലെ മാനേഴ്സ്, എവറിത്തിങ് കവേഴ്സ്. ദ വേ യു സ്പീക്ക്, ദ വേ യു ടോക്ക്, ദ വേ യു ട്രീറ്റ് അതർ പീപ്പിൾ ഇറസ്പെക്റ്റീവ് ഓഫ് ദിയർ സ്റ്റേറ്റസ്. വലിയ പൈസക്കാരായാലും താഴോട്ടുള്ളവരായാലും, അല്ല ഒരു പറ്റാത്ത ഒരാളെ കണ്ടാലും, അല്ല ഏറ്റവും ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ആളോടും, എല്ലാവരോടും നമ്മൾ ബിഹേവ് ചെയ്യുന്ന രീതി, നമ്മൾ അവരെ
It all covers under the ambit of discipline. Number 2, there is no shortcut for your hard work. Shortcut to success except hard work. ഹാർഡ് വർക്ക് മാത്രമേ, ആരെങ്കിലും പെട്ടെന്ന് വലുതായി അല്ല നമുക്ക് പെട്ടെന്ന് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി, അവൻ്റെ അച്ഛൻ ഇങ്ങനെയായിരുന്നു, അമ്മ ഇങ്ങനെയായിരുന്നു, അതുകൊണ്ട് അയാൾക്ക് വേദികളൊക്കെ കിട്ടി എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് പോയി എടുത്ത് നോക്കിയാൽ റൊണാൾഡോക്ക് ആരുണ്ടായിരുന്നു? ക്രിസ്ത്യാനോ റൊണാൾഡോ അറിയാവോ? ഇല്ലേ? റൊണാൾഡോ ഞാനൊരു വാട്സാപ്പിൽ കണ്ടതാണ്. ചെറിയ കുട്ടിയായിട്ട് കളിക്കാനൊരു ബൂട്ട് പോലും ഇല്ലാതെ അങ്ങ് അത് ശരിയെന്നാണ് ഞാൻ വെരിഫൈ ചെയ്തപ്പോൾ അത് ശരിയായ ആണെന്നാണ് പറയുന്നത്. അപ്പോൾ പുള്ളിക്ക് ഒരു ഭക്ഷണം പോലും കിട്ടാത്ത ഒരു ആളായിരുന്നു. ഇന്ന് CR7 വലിയ ഒരു പ്രതിഭ എന്ന് പറഞ്ഞാൽ അദ്ദേഹമാണ്, ഒരു ഹീറോ. ഇന്ന് നമ്മളുടെ കേരളത്തിൽ എല്ലാവരും ഫാൻസാണ്, കുറേ ഫാൻസ്. മെസ്സി ഫാൻസ് ഉണ്ട് ഓഫ്കോഴ്സ്, പക്ഷെ മെസ്സിയുടെ ജീവിതം എനിക്ക് അറിയാതുകൊണ്ട്, അല്ലാതെ വിഷമമൊന്നും വേണ്ട മക്കൾക്ക്, എന്ത് റൊണാൾഡോ മാത്രം വേണം പറയുന്നു എന്ന് പറഞ്ഞിട്ട് ഈക്വലി. സോ അങ്ങനെ ഓരോരോ ആളുടെയും നമ്മൾ പുറകോട്ട് പോയി കഴിഞ്ഞാൽ ഇവരൊന്നും വലിയ സംഭവം കൊണ്ട് അല്ലെങ്കിൽ ജനിക്കും പോലെ വലിയ വലിയ വിലയുള്ള ആർച്ചറി എക്യുപ്മെൻറ്റ്സ് കൊണ്ടുവന്നവരൊന്നല്ല. ചെറിയ സാധനം കൊണ്ടും അവരുടെ കഴിവുകൾ മാത്രം ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് മുന്നോട്ട് കയറിപ്പോയവരാണ് ഒരുപാട് വേദികളിൽ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ ഹാർഡ് വർക്കാണ്, അല്ലാതെ ഈ ഒരാൾക്ക് പെട്ടെന്ന് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടും. ഓപ്പർച്യൂണിറ്റി ഓഫ് കോഴ്സ് ഇസ് ഇമ്പോർട്ടൻറ്റ്. വൺലി വെൻ യു ഡു ഹാർഡ് വർക്ക്. ഇന്ന് ഇവിടെ വന്ന് നമ്മൾ ഈ അവസരം ഉപയോഗിച്ചില്ലെങ്കിൽ പക്ഷേ അടുത്ത ഒരു അവസരത്തിൽ നമുക്ക് കയറി പോകാനുള്ള ഒരു കോൺഫിഡൻസ് കിട്ടില്ല. സോ യു ഷുഡ് യൂട്ടിലൈസ് എവറി ഓപ്പർച്യൂണിറ്റി. സോ സെക്കൻഡ് ഇസ് ദറ്റ് ഹാർഡ് വർക്ക്. ആൻഡ് തേർഡ് ഇസ് ദറ്റ് ഇവിടെ വന്നിട്ടുള്ള എത്ര പേരുണ്ട്? ഒരു എന്തായാലും ഒരു 40-50 പേര് കാണും അല്ലേ? 150 പേരിനടുത്ത് കാണും ഇന്ന് കോമ്പറ്റീഷനിലുണ്ട്. അപ്പോൾ ആ 150 പേർക്കും പ്രൈസ് കൊടുക്കാൻ പറ്റുമോ? അല്ലേ? അപ്പോൾ ഇന്ന് ഒരാൾ ബെസ്റ്റ് ആയതുകൊണ്ട് ഇന്ന് പ്രൈസ് കിട്ടാത്തവർ ബെസ്റ്റ് അല്ല എന്ന് പറയാൻ പറ്റുമോ? അല്ല. അപ്പോൾ ഈ കാലാവസ്ഥയും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് ചിലപ്പോൾ കുറച്ചുകൂടി പ്രാക്ടീസ് വേണം എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് പരാജയപ്പെടുന്ന ആൾക്കാർ, അതായത് വിജയം എന്ന് പറയുന്ന ഇന്നത്തെ സ്റ്റാൻഡേർഡിൽ ഇന്നത്തെ ദിവസത്തിൽ ഒരാൾക്കായിരിക്കും. അല്ല 2 ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഉണ്ടോ? ഫസ്റ്റ് സെക്കൻഡ് തേർഡ് പ്രൈസ് ആണോ ഉള്ളത്? ആണല്ലേ? അപ്പോൾ ബാക്കിയുള്ള 147 പേരും ഇന്ന് വിജയം ഉള്ളവരാണ്. ഇവിടെ ഉള്ള വേദിയിൽ പ്രൈസ് കിട്ടിയില്ല എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ ജീവിതത്തിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു പ്രൈസ് കിട്ടും. ഓരോ ദിവസവും നമ്മൾ പഠിക്കുക. ഈ പരാജയം ഇന്ന് കിട്ടുന്ന ആൾക്കാർ അതിൽ നിന്ന് പഠിക്കാൻ ശ്രമിക്കണം. ഈ പരാജയം എന്ന് പറയുന്നത് നോബഡി ഹാസ് കം ടു എ ലെവൽ ഓഫ് സക്സസ് വിത്തൗട്ട് ഫെയിലിയർ. ഞാൻ കുറേ തോറ്റിട്ടുണ്ട്. ഇന്ന് നിങ്ങൾ കാണുന്ന ഈ വ്യക്തി ജീവിതത്തിൽ കുറേ പരാജയങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷെ പരാജയം കണ്ട് ഒരിക്കലും വീണിട്ടില്ല. പരാജയം കണ്ട് ഞാൻ ഒരിക്കലും ഒരു റൂമിനകത്ത് കയറി ഇരുന്നിട്ടില്ല. എനിക്ക് അതിലൊന്നും അടുത്തെന്താ ഇനി എന്ത് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ ഇത് ശരിയായില്ല എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇറ്റ് ഇസ് നോട്ട് മൈ കപ്പ് ഓഫ് ടീ. അപ്പോൾ ഐ ഹാവ് ഷിഫ്റ്റഡ് മൈ ഫോക്കസ് ഓൺ സംതിങ് എൽസ്. ഞാനൊരു കാര്യം ചെയ്യാൻ തീരുമാനിക്കുന്നു, അപ്പോൾ അതിനെനിക്ക് കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ ഞാൻ അതിൽ നിന്ന് പയ്യെ ശ്രമിക്കും. എന്നെക്കൊണ്ട് കൊടുക്കുന്ന ഹാർഡ് വർക്ക് മൊത്തം കൊടുത്തിട്ട് ചിലപ്പോൾ എനിക്ക് പറ്റുന്നില്ല എങ്കിൽ ചിലപ്പോൾ ചിലവരുടെ നാച്ചുറൽ കഴിവുകൾ കാണും. ആ നാച്ചുറൽ കഴിവുകൾ അനുസരിച്ചേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. നമുക്ക് വി കാൻ ഗോ അഗെയിൻസ്റ്റ് നേച്ചർ. അപ്പോൾ ആ കഴിവുകളൊന്ന് അങ്ങ് ഷിഫ്റ്റ് ചെയ്ത് ആ ഫോക്കസ് നമ്മൾ ഷിഫ്റ്റ് ചെയ്ത് എൻ്റെ കഴിവ് എന്താ എന്ന് ഞാൻ കണ്ടെത്താൻ ശ്രമിക്കണം. ചിലവർ ഓടാൻ ഭയങ്കര കഴിവുള്ളവരായിരിക്കും, ചിലവർ വരയ്ക്കാൻ കഴിവുള്ളവരായിരിക്കും, ചിലവർ ആർച്ചറിയിൽ ബെസ്റ്റ് ആയിരിക്കും, ചിലവർ ഇന്നലെ പറഞ്ഞതുപോലെ കരാട്ടയിൽ, ചില ആൾക്കാർക്ക് യോഗയായിരിക്കും. അപ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ ലോകത്തിൽ ചെയ്യാൻ. അപ്പോൾ നമ്മുടെ കഴിവനുസരിച്ചുള്ള ആ കാര്യങ്ങളാണോ എന്ന് പരിശോധിക്കുകയും അതിൽ ആണ് എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ദിസ് ഇസ് മൈ കപ്പ് ഓഫ് ടീ എന്ന് നിങ്ങൾ തീരുമാനിക്കുവാണെങ്കിൽ, ഇതിൽ ഞാൻ എങ്ങനെയെങ്കിലും നേടിയെടുക്കും എന്ന് തീരുമാനിക്കുവാണെങ്കിൽ ഫോക്കസ്, അക്സെപ്റ്റ് ഫെയിലിയർ. ദിസ് ഇസ് വെരി 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 ഇമ്പോർട്ടൻറ്റ് ദീസ് ഡേയ്സ്. ചിൽഡ്രൻ, നമ്മൾക്ക് വേണ്ടത് പരാജയത്തിനെ ഉൾക്കൊണ്ട് അതിൽ നിന്ന് പഠിക്കാൻ കഴിയണം. എന്നും പരാജയം ഉൾക്കൊള്ളുന്നവർ ആൾക്കാർ പറയും ഞാൻ തോക്കും, ഇത് പ്രശ്നമില്ല എന്നുള്ളതല്ല ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ നിന്ന് പഠിക്കാൻ കഴിയണം നമുക്ക്. ഇന്ന് എന്തുകൊണ്ട് ഞാൻ പരാജയപ്പെട്ടു, അടുത്ത മാച്ചിൽ ഞാൻ അതിനെ കവറപ്പ് ചെയ്ത് അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ ഞാൻ മേക്കപ്പ് ചെയ്ത് ഞാൻ വരും എന്ന് നമ്മൾ ഇന്നൊരു തീരുമാനം എടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ എല്ലാവർക്കും ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. യു ആർ ഓൾ സക്സസ്ഫുൾ പീപ്പിൾ. യു ആർ ഗോയിങ് ടു ബി എ സക്സസ്ഫുൾ പീപ്പിൾ. ബിക്കോസ് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഈ ഡിസിപ്ലിൻ ഉണ്ട്, നിങ്ങൾക്ക് ഹാർഡ് വർക്ക് ഉണ്ട്, നിങ്ങൾക്കൊരു ഫോക്കസ് ഉണ്ട് ജീവിതത്തിൽ. ആ ഫോക്കസ്, ഒരു ഡ്രീം,
ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമ്മളെല്ലാവരും വിജയത്തിൻ്റെ വഴിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇടയ്ക്ക് വെച്ച് എവിടെയെങ്കിലും സ്റ്റക്കാകാതെ ഇരുന്നാൽ മതി. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മാതാപിതാക്കൾ മക്കളായിട്ട് അവരുടെ ഒരു കാര്യങ്ങൾ വിടണം. നമ്മുടെ വഴി വന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അവരുടെ ഏതാണ് ലോകം, അവരതിൽ നേടാൻ കഴിയുന്ന കാര്യങ്ങൾ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്ന് മാത്രം ഞാൻ പറഞ്ഞുകൊണ്ട്, ഇന്ന് ഒരുപാട് അച്ഛനും അമ്മയും വന്ന് ഇവിടെ ഇരിക്കുക അല്ലേ. ഇന്ന് എത്രയോ കാര്യങ്ങൾ ചെയ്യായിരുന്നു. നിങ്ങൾക്ക് വേണ്ടി വന്ന് നിൽക്കുന്ന നമ്മുടെ സ്വന്തം ദൈവങ്ങളാണ് ഇവിടെ ഇരിക്കുന്നത്. ഇനി ഒരുപാട് ദൈവങ്ങൾക്ക് വരാൻ പറ്റില്ലായിരിക്കും. അവർ ചിലപ്പോൾ നിങ്ങളെ കണ്ട് നിങ്ങൾക്ക് വേണ്ടി അവിടെ വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കുന്നവരായിരിക്കും. അപ്പോൾ നമ്മുടെ അച്ഛനും അമ്മയാണ് നമ്മുടെ എല്ലാമായിട്ട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, നമുക്ക് വേണ്ടി ജീവിക്കുന്ന, നമ്മൾ കാണുന്ന ആ ദൈവം. അപ്പോൾ ആ ദൈവം എന്താണ് ആഗ്രഹിക്കുന്നത് അത് നടപ്പിലാക്കി കൊടുക്കണം കേട്ടോ മക്കളെ, അല്ലേ? നമുക്ക് ചെയ്യാൻ പറ്റുമല്ലേ? യെസ്, താങ്ക് യു സോ മച്ച്. വിഷ് യു ഓൾ എ ഗ്രേറ്റ് സക്സസ്. ആശംസകൾ അർപ്പിക്കാൻ എത്തിയിരിക്കുന്ന സ്പോർട്സ് ഓഫീസർ അയ്യങ്കാളി സ്പോർട്സ് സ്കൂൾ സജോമാ സാറിനെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഗസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ സൗമ്യ പി കെ ആശംസകൾ പറയാൻ എത്തിയിരിക്കുന്നു. അവർകളെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. സായി NIS കേരള യൂണിവേഴ്സിറ്റി കോച്ച് ജിത്തു സുന്ദർ ആശംസകൾ അറിയിക്കാൻ എത്തിയിരിക്കുന്നു. അദ്ദേഹത്തിന് സ്വാഗതം അർപ്പിച്ചുകൊള്ളുന്നു. നന്ദി അറിയിക്കാൻ എത്തിച്ചേർന്നിരിക്കുന്ന ഡിഞ്ചു സർ അനന്തപുരി ആർച്ചറി അക്കാദമി സെക്രട്ടറി, നാഷണൽ ആർച്ചറി താരം, അദ്ദേഹത്തെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ട്രിവാൻഡ്രം ആർച്ചറി അക്കാദമി സെക്രട്ടറിയും NIS കോച്ചും കേരള സ്കൂൾ ആർച്ചറി കോച്ചുമായ ശ്രീ വിഷ്ണു സാറിനെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. മത്സരങ്ങളുടെ സമ്മാനമാണ് നിർവഹിക്കാൻ വിളിച്ചിരിക്കുന്ന ബഹുമാന്യനായ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് SSB, ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ്റെ സെക്രട്ടറി വിജു വർമ്മ, ആർച്ചറിയുടെ കോച്ച് വിഷ്ണു, സൗമ്യ ടീച്ചർ, മത്സരത്തിൽ പങ്കെടുക്കുന്ന ആർട്ടിസ്റ്റ്, അവരുടെ അക്കമ്പനി ചെയ്യുന്ന പേരൻസ്, സംഘാടകർ. ഈ സമാപന ചടങ്ങ് ഉദ്ഘാടനമാണ്. ഇപ്പോൾ വൈകിയ വേളയിൽ ഞാൻ കൂടുതൽ
മുതൽ ആർച്ചറി മുതൽ ഇന്ന് വരെയുള്ള ആർച്ചറിയെപ്പറ്റി ചെറുതായി സംസാരിക്കാൻ എനിക്കറിയാം. പക്ഷേ ഇങ്ങനെ ഈ കുട്ടികളെല്ലാം ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ കൂടുതൽ ഇന്നത്തെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട മോഹൻദാസ് സാർ, സുഹൃത്തുക്കൂടിയ വിഷ്ണു, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, കുട്ടികളെ, സംഘാടകർ, എനിക്കൊരു കാര്യം പറയണം എന്നുണ്ട്. അത് പറയാതെ പോകാൻ വയ്യ. അതുകൊണ്ട് എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ നിഷേധിച്ചില്ല. അത് പറയാൻ വേണ്ടി തന്നെയാണ്. ഇത് ഇപ്പോൾ ഈ ഒളിമ്പിക് അസോസിയേഷൻ്റെ കീഴിലൊരു 28ഓളം വളരെ ലൈവായിട്ടുള്ള സംഘടനകളും ഇപ്പോൾ ഏകദേശം 40-ൽ പരം സംഘടനകൾ ഇതിനോട് ചേർന്ന് നിൽക്കുന്നതുകൊണ്ട് ഇതിനെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ കൂടിയാണ് തലസ്ഥാന ജില്ല എന്നുള്ള നിലയ്ക്ക്. സംഘടനാപരമായൊക്കെ പല സംഘടന എന്തിനാണ്? സംഘടന ഒരു ഡിസിപ്ലിനെ കൊണ്ടു നടക്കാനുള്ളതാണ്. അതിനെ വളരെ ചിട്ടയായി കൊണ്ടു നടക്കാനുള്ളത്. ഇതൊരു എന്താ പറയുക, ഒരു വളണ്ടറി സർവീസാണ് നമ്മളെ സംബന്ധിച്ച്. ഇപ്പം ഞാൻ മറ്റൊരു മേഖലയിൽ നിന്ന് വന്ന് ഇതിലേക്ക് വന്ന ഒരാളാണ്. തീരെ ബന്ധമില്ലാത്ത മറ്റൊരു മേഖലയിൽ നിന്നാണ് ഞാൻ വന്നിട്ടുള്ളത്. പക്ഷേ ഞാൻ ഇതിനു വേണ്ടി എൻ്റെ സമയം വിനിയോഗിക്കുന്നു. എൻ്റെ സമയം എന്നാൽ പണമാണ്, അത് വിനിയോഗിക്കുന്നു. ഒരുപാട് സമയത്തിന് വേണ്ടി വിനിയോഗിക്കുന്നു. അപ്പം കാണുന്ന ചില കാര്യങ്ങൾ പലപ്പോഴും സങ്കടമുണ്ടാക്കുന്നുണ്ട്. കാരണം അൾട്ടിമേറ്റ്ലി ഇതിൻ്റെയൊക്കെ എൻഡ് യൂസേഴ്സ് എന്ന് പറയുന്ന കുട്ടികളാണ്. അവരുടെ ഭാവിയാണ് പ്രധാനം. അവരുടെ ഭാവി എന്ന് വെച്ചാൽ ഇത് രാജ്യത്തിന് വേണ്ടിയാണ്, അല്ലേ? നമ്മുടെ തലമുറകൾക്ക് വേണ്ടിയാണ് നമ്മളൊക്കെ ജോലി ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായും ഈ സംഘടനകളൊക്കെ അതിനകത്തുണ്ടാകുന്ന പല പല പ്രശ്നങ്ങളാൽ ഈ കുട്ടികളുടെ ഭാവിയെ ബാധിക്കുന്ന രീതിയിലേക്ക് ഇത് വിഘടിച്ചു പോകുന്ന ഒരവസ്ഥയുണ്ട്. ഞാൻ ഒരൊറ്റ ഉദാഹരണം പറഞ്ഞിട്ട് സംസാരം അവസാനിപ്പിക്കാം. ഞാൻ ഫിലിം ഫീൽഡിലാണ് പ്രവർത്തിക്കുന്നത്. ഞാനൊരിക്കൽ സ്റ്റേറ്റ് ടെലിവിഷൻ അവാർഡിൻ്റെ ജൂറി ചെയർമാനായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് ധാരാളമായി വർക്കുകളുണ്ടാവും കാണാൻ വേണ്ടി. കണ്ടിട്ട് അതിൽ നിന്ന് വേണം തിരഞ്ഞെടുക്കാൻ. അപ്പോൾ ഒരു ദിവസം ലാസ്റ്റ് ഡേ ജൂറി അതിൻ്റെ ഫൈൻഡിങ്സ് കൊടുക്കേണ്ട ലാസ്റ്റ് ഡേ, അവസാനത്തെ സിനിമകൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സിനിമ കാണുന്ന സമയത്ത് അത് കുറച്ച് കണ്ടിട്ട് അതിൽ ഫംഗസ് വന്ന ടേപ്പാണ്. ഇതിങ്ങനെ മങ്ങി നേരെ കാണുന്നില്ല. അപ്പോൾ കുറച്ചു നേരം കണ്ടപ്പോൾ തന്നെ തോന്നി ഇതിൽ എന്തോ ഉണ്ട്, അതിന് സബ്സ്റ്റൻസ് ഉണ്ടെന്ന് തോന്നി. അപ്പോൾ സംഘാടകരെ വിളിച്ചിട്ട് പറഞ്ഞു ഇതെന്താ കാണാത്ത ചോദിച്ചു. സ്ഥലത്ത് ഇപ്പോൾ സാരല്ല, പൊക്കോട്ടെ, നമുക്ക് പിന്നെ അത് പോട്ടെ, നമുക്ക് എന്തായാലും സമയമായല്ലോ. ഞാൻ പറഞ്ഞു പറ്റില്ല, ഇത് ആരുടെ വർക്ക് നോക്കാൻ പറഞ്ഞു. അതെടുത്തു. കൊല്ലത്തുള്ളൊരു സംവിധായകൻ്റെയാണ്. അയാളെ വിളിക്കാൻ പറഞ്ഞു. അയാളെ വിളിച്ച് അയാളോട് പറഞ്ഞു എത്രയും പെട്ടെന്ന് ടേപ്പ് കൊണ്ടുകൂടെ വരാൻ പറഞ്ഞു. എന്നിട്ട് ഈ ജൂറി മൊത്തം ഇരുന്നത് കണ്ട് നോക്കിയപ്പോൾ ആ കാറ്റഗറിയിലെ ഏറ്റവും ബെസ്റ്റ് ഫിലിം അതായിരുന്നു. അതിന് കൊടുക്കേണ്ടി വന്നു. അതാ ഒരു മനുഷ്യന്റെ ഭാവിയെ നിർണ്ണയിക്കുന്നതായിരുന്നു. അയാൾ പിന്നീട് ഇപ്പോൾ വർഷങ്ങൾക്കിപ്പുറം ആ മനുഷ്യൻ മാധ്യമരംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന ഒരു സാന്നിധ്യമാണ്. ഒരുപക്ഷെ അതായിരിക്കും അദ്ദേഹത്തിന്റെ ചവിട്ടുപടി. ഒരു നിമിഷത്തെ അനാസ്ഥ ഉണ്ടായിരുന്നെങ്കിൽ അന്ന് അത് പോട്ടെ, ആരറിയുന്നത് കണ്ടില്ല എന്നുള്ളത്, അതങ്ങനെ അങ്ങ് പോട്ടെ എന്ന് തീരുമാനിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ആ മനുഷ്യന്റെ ഭാവിയായിരിക്കും അവിടെ അടയുക. ഇതെല്ലാം എല്ലാ മേഖലകളിലും സംഭവിക്കുന്നത്. അപ്പം നമുക്ക് വലിയൊരു ഉത്തരവാദിത്തമുണ്ട് എന്നുള്ളത് ഓരോരുത്തരും മനസ്സിലാക്കണം. സംഘാടകർ ഇതെനിക്ക് പറയാതെ നിവർത്തിയില്ല. ഇപ്പൊ പ്രത്യേകിച്ച് ആർച്ചറിയോട് പറയാതെ നിവർത്തിയില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, ഒരുമിച്ച് നിന്ന് ഒരു സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇതിന്റെ സംഘാടകർ തയ്യാറായേ പറ്റൂ. എൻഡ് യൂസേഴ്സ് കുട്ടികളാണ്. കുട്ടികൾക്ക് വേണ്ടി ഒരുമിച്ച് നിൽക്കാൻ ഈ സംഘടനയ്ക്ക് കഴിയട്ടെ ഭാവിയിൽ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും, വിജയികൾക്കും പങ്കെടുത്തവർക്കും എല്ലാവർക്കും ആശംസ നൽകിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. സമാപന സമ്മേളനത്തിൻ്റെ ഉദ്ഘാടകനായ എത്തിയിട്ടുള്ള നമ്മളെല്ലാം പ്രിയങ്കനായ കേരള ഒളിമ്പിക് അസോസിയേഷൻ്റെ സീനിയർ വൈസ് പ്രസിഡന്റ് ശ്രീ മോഹൻദാസ് സർ, ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ്റെ സെക്രട്ടറി ജനറൽ ശ്രീ ബിജു വർമ്മ, വിഷ്ണു, യശ്വതി, മറ്റ് ഒഫീഷ്യൽസ്, അസോസിയേഷൻ ക്ലബ് മെമ്പേഴ്സ്, കായിക താരങ്ങളെ, രക്ഷകർത്താക്കൾ, വളരെ വൈകി ഈ നിമിഷത്ത് കൂടുതൽ പ്രസംഗത്തിന് പ്രസക്തിയില്ല. പക്ഷേ ഈ കേരള സ്പോർട്സ് കൗൺസിലിന് കീഴിൽ ഏതാണ്ട് 43ഓളം അസോസിയേഷനുകളാണ് അംഗീകൃതമായിട്ടുള്ളത്. അതിലൊന്നാണ് ആർച്ചറി അസോസിയേഷൻ. ചില പ്രശ്നങ്ങൾ
ഒരു കൂട്ടായ്മ ഇല്ലായ്മയുടെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ചില ഐക്യതയില്ലായ്മ. പക്ഷേ ഒളിമ്പിക് അസോസിയേഷൻ്റെ മീറ്റിംഗ് ഹാളിൽ വെച്ചിട്ട് ഈ ക്ലബിലുള്ള ഭാരവാഹികളുടെ ഒരു മീറ്റിംഗ് സംഘടിപ്പിക്കുകയും അവരുടെ വിഷയങ്ങളെ ഞാൻ വളരെ ഷാർപ്പായിട്ട് തന്നെ അവർക്ക് പറഞ്ഞു. അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടായ്മയാണ്. ആ കൂട്ടായ്മ ഇല്ലെങ്കിൽ ഒരു അസോസിയേഷനെയും ഒന്നും ചെയ്യാൻ കഴിയില്ല. നമ്മൾ അസോസിയേഷൻ വന്ന ആർക്ക് വേണ്ടിയിട്ടാണ്? പ്ലേയേഴ്സിന് വേണ്ടിയിട്ടാണ്. നമ്മൾ അതിൻ്റെ ഓർഗനൈസറാണ്. നമ്മൾ കുട്ടികളെ മാക്സിമം പഠിപ്പിച്ച് ഈ ഓരോ ടൂർണമെൻറ്റുകളിലും വരുമ്പോൾ അവർക്ക് കിട്ടുന്ന മാച്ച് എക്സ്പീരിയൻസ് അതൊരു കായിക താരത്തിന് അത്യാവശ്യമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഇവൻറ്റുകളിൽ, ഇങ്ങനെയുള്ള ടൂർണമെൻറ്റുകൾ, ഒളിമ്പിക്കിനെ പോലുള്ള ഇപ്പം പാരീസിൽ നടക്കുന്ന ഒളിമ്പിക് ഗെയിംസിന് അടുത്ത മാസം 26-ാം തീയതി, ജൂലൈ മാസം 26-ാം തീയതിയാണ് പാരീസ് ഒളിമ്പിക്സ് നടക്കുന്നത്. ഇന്ത്യൻ താരങ്ങൾ നമ്മൾ പങ്കെടുക്കുകയാണ്. അവരെയൊക്കെ നമ്മൾ പ്രശംസിക്കുകയും അവരെ വിജയത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യണം. ഇത് വലിയ ഒരു സംഭവമാണ്. നമ്മുടെ ഇന്ത്യയിലുള്ള നമ്മുടെ കായിക താരങ്ങൾ ഒളിമ്പിക്സിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത്. അതുപോലെ നമ്മുടെ ഈ ആർച്ചറിയിലുള്ളവരൊക്കെ ഓരോ നാഷണലിലും ഇൻ്റർനാഷണലിലും ഒക്കെ വരേണ്ടതായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ആർച്ചറിയിലും പല നാഷണലിലും പ്ലേസ് വന്നിട്ടുള്ള കായിക താരങ്ങളുണ്ട്. ഏറ്റവും നല്ല ഒരു ഇവൻ്റാണ് ആർച്ചറി. നല്ല രീതിയിലുള്ള പ്രവർത്തനം തിരുവനന്തപുരത്ത് നടക്കുന്നുണ്ട്. പല സ്ഥലങ്ങളിലും നന്നായി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഭാഗമാണ് ഇപ്പോൾ മോഹൻദാസ് സാർ പറഞ്ഞത്, നല്ല പാർട്ടിസിപ്പേഷൻ ഉണ്ട് എന്നുള്ളത്. അദ്ദേഹം പ്രതീക്ഷിച്ചില്ല അത്രയും പാർട്ടിസിപ്പേഷൻ ഉണ്ടാവുന്നു. നമ്മളെല്ലാവരും ഒത്ത് പ്രവർത്തിക്കുകയാണെങ്കിൽ ഈ ഇവൻ്റ് നല്ല രീതിയിൽ നമുക്ക് കൊണ്ടുവരുവാൻ കഴിയും. അതിനുള്ള എല്ലാ സപ്പോർട്ടും കേരള ഒളിമ്പിക് അസോസിയേഷൻ, പ്രത്യേകിച്ച് മോഹൻദാസ് സാറാണ് ശരിക്കും ഇതിനെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നത്. കേരള സ്പോർട്സ് കൗൺസിലും ജില്ലാ സ്പോർട്സ് കൗൺസിലും എല്ലാം എല്ലാവിധ സപ്പോർട്ടുകളും നിങ്ങൾക്ക് ചെയ്യും. നിങ്ങളുടെ കൂട്ടായ്മ കൂടുതൽ ഐക്യത്തോടെ പോകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ജില്ലാ ഒളിമ്പിക് അസോസിയേഷനും ജില്ലാ ആർച്ചറി അസോസിയേഷൻ്റെയും സംഘടിപ്പിച്ച ഈ ഒളിമ്പിക് സെലിബ്രേഷനുമായി ബന്ധപ്പെട്ടുള്ള ഈ ടൂർണമെൻറ്റ് എല്ലാവിധ ഭാവവും നേരുന്നു. നന്ദി, നമസ്കാരം. Onai Archery Academy first prize, girls category. Under 8 boys, Devadhyan, Kerala Police Archery Academy first prize. Rudra Chandran, Trivandrum Archery Academy second prize. ഒരു സെക്കൻഡ് പ്രൈസ് കൂടെ ഉണ്ട്. വിഷ്ണു നാടാർ സെക്കൻഡ് പ്രൈസ്, ഓണൈ ആർച്ചറി അക്കാഡമി. ഋഷിദേവ്, ട്രിവാൻഡ്രം ആർച്ചറി അക്കാഡമി തേർഡ് പ്രൈസ്. ഗേൾസ്, മേഘ മനോജ് ഫസ്റ്റ് പ്രൈസ്, ഓണൈ ആർച്ചറി അക്കാഡമി. Navami, second prize, Agni Archery Academy. Under 10 category, boys, Ahmed B. Bless, first prize, Onai Archery Academy. Rudra Chandran, second prize, Trivandrum Archery Academy. Gokul Krishna, third prize, Onai Archery Academy.
Under 10 girls, Anne B. Grace, first prize, Online Archery Academy. Megha Manoj, third prize, Online Archery Academy. Under 12 boys, Abed B. Bless, first prize, Online Archery Academy. Hackney, second prize, Trivandrum Archery Academy. Vishnu Nada, third prize, Online Archery Academy. Under 12 girls, Sania AS, first prize, Kerala Police Archery Academy. Mayuka, second prize, Online Archery Academy. Niranjana, Online Archery Academy, third prize. Under 14 boys, Guru Nadar, first prize, Online Archery Academy. A.R. Madhav, second prize, Kerala Police Archery Academy. Mayuka Manoj, second prize, Online Archery Academy. Serin K. David, third prize, Trivandrum Archery Academy. Prasul Raj, third prize, Kerala Trivandrum Archery Academy. Seventeen girls, Mayuka Manoj, first prize, Online Archery Academy. Senior boys, Guru Nadar, first prize, Online Archery Academy. Danush, second prize, Kerala Police Archery Academy. Dehu Nadar, third prize, Online Archery Academy. Senior girls, Mayuka Manoj, first prize, Online Archery Academy. Senior boys, first prize, Deepak, Anandapuri Archery Academy. Second prize, Nanda Kishore, Trivandrum Archery Academy. Gautam Krishna, third prize, Kerala Police Archery Academy. Senior girls, Anjumol Joseph, Astra Archery Academy, first prize. Compound round under 12, Srihari, second prize, Online Archery Academy. Pranav, Kerala Police Archery Academy, first prize. First prize Pranav, second prize Srihari. Vishnu Nadar, first prize, under 10. Vishnu Nadar, second prize, under 12. Mayuka, first prize. Vishnu Nadar, second prize, under 12. Under 14, Danish, Kerala Police Archery Academy, first prize. First prize. Oh.
Spanish first prize Kerala Police Archery Academy. Srihari LS Trivandrum Archery Academy second prize. Guru Nada third prize Onayam Archery Academy. Under 17 Aryan first prize Astra Archery Academy. Danish second prize Kerala Police Archery Academy. Srihari LS Trivandrum Archery Academy third prize. Saurav Raj under 12 second prize. Ritik Trivandrum Archery Academy under 8 first prize. Shravan Mallikarjuna Archery Academy under 8 Indian round second prize. Yabe Kerala Police Archery Academy boys third prize Indian round under 8. Vaiken Archery Hub Indian round under 8 third prize. Megha Manoj Onayam Archery Academy Indian round under 8 first prize. Rishidev Trivandrum Archery Academy Indian round under 6 first prize. Arav J. Nair Trivandrum Archery Academy Indian round under 10 first prize. Danveer Trivandrum Archery Academy Indian round under 10 second prize. Rishidev Trivandrum Archery Academy Indian round under 10 third prize. Vaiken Archery Hub Indian round under 8 third prize. Megha Manoj Onayam Archery Academy Indian round under 10 first prize. Helen A.S. Mallikarjuna Archery Academy Indian round under 10 second prize. Asmi K. Manoj Trivandrum Archery Academy under 10 Indian round third prize. Arav J. Nair under 12 Indian round Trivandrum Archery Academy third prize. Sania A.S. first prize Kerala Police Archery Academy Indian round under 12. Aradhya Nair Mallikarjuna Archery Academy Indian round under 12 second. ശ്രീ മോഹൻദാസ് സാർ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തുകയും സാർ നേരത്തെ എത്തി ഇത്ര നേരം വരെ നമ്മുടെ ഈ കോമ്പറ്റീഷൻ എല്ലാം നോക്കി നടത്തുകയും എല്ലാം നമ്മുടെ കൂടെ ഒപ്പം നിന്ന് നമ്മളെ സഹായിക്കുകയും ചെയ്തു.
ആ സാറിന് നന്ദി പറയുന്നു. അതുപോലെ തന്നെ സുധീർ സാറും കോമ്പറ്റീഷന് നമ്മുടെ കൂടെ ഉണ്ടാക്കി രാവിലെ വന്നിട്ട് സാറ്, അതുപോലെ തന്നെ സാറ് ഇപ്പം വരികയും ഈ ടൈമിൽ നമ്മളിവിടെ പെട്ടെന്ന് എത്തുകയും ചെയ്തു. ആ സാറിന് നന്ദി പറയുന്നു. അതുപോലെ തന്നെ വിജയവർമ്മ സാറും ഇവിടെ വന്ന് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. നമ്മൾ പറഞ്ഞ ടൈമിൽ നമുക്ക് തീർക്കാൻ പറ്റിയില്ല. അപ്പോൾ സാറിന് അതോടൊപ്പം തന്നെ ഇവിടെ വന്ന എല്ലാ പേരൻസും ഇതുവരെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും നന്ദി പറയുന്നു. അതുപോലെ തന്നെ പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും അവർ ഇത്രയും ടൈം വരെ നമ്മളെ കൂടെ നിൽക്കുകയും എല്ലാത്തിനും രാവിലെ തൊട്ട് വന്നതാണ്. ഇത്രയും ടൈം വരെ നമ്മളിവിടെ എല്ലാം സഹിച്ച് നമ്മളെ കൂടെ നിന്ന് എല്ലാവർക്കും നന്ദി പറയുന്നു. അതുപോലെ തന്നെ നമുക്ക് ഈ ഗ്രൗണ്ട് വന്നത് സെക്യൂരിറ്റിക്കാർ നമുക്കൊരു ആവശ്യം വന്നപ്പോൾ പെട്ടെന്ന് ലൈറ്റ് ഇട്ടുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്നലെ രാത്രി തൊട്ട് നമ്മളവിടെ എല്ലാം സഹകരിക്കുകയും ബെഡ് എടുക്കുകയും എല്ലാം ചെയ്തിട്ടുള്ള എല്ലാ പ്ലേയേഴ്സും ഉണ്ട്. എല്ലാവർക്കും ഒറ്റവാക്കി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ കർത്തവ്യം ഇവിടെ അവസാനിക്കും.